ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയം ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുവാനായിട്ട് തുറന്നുള്ള നിമിഷങ്ങൾ നമുക്ക് വിനിയോഗിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലെ ചില വാക്യങ്ങളാണ് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തനീയമാണ്. എന്നാൽ പ്രാരംഭമായിട്ട് ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നു. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതല്ല ചിന്തിക്കുന്നു. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വിളക്കും. ഒരു വാക്കുകൾ ദൈവത്തിലെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അടിയങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കായിട്ടും ആനുകൂല്യങ്ങൾക്കായിട്ടും സ്തോത്രം. ഈ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ സാന്നിധ്യം ഞങ്ങളോടുകൂടിയുണ്ട്. കർത്താവേ, ഞങ്ങൾ അല്പസമയോടെ വചനത്തിന് മുമ്പായിരിക്കുന്നു. പക്ഷേ അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നല്ല ആലോചനകൾ നൽകണം. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ബലപ്പെടുവാൻ, ധൈര്യപ്പെടുവാൻ, ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ മുഖാന്തരമാക്കി തീർക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. അടിയങ്ങളോട് പ്രത്യേകം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. കൊലോസ്യ ലേഖനം ഒരു അപ്പോസ്തലന്റെ ഒരു കരാഗ്രഹ ലേഖനമാണ്. 4 അധ്യായങ്ങളുണ്ട്. പ്രാരംഭ 2 അധ്യായങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ വലിപ്പത്തെ വെളിപ്പെടുത്തുന്ന അധ്യായങ്ങളാണ്, ചിന്തകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ 3-4 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. അപ്പം പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അനുദിനം രൂപാന്തരപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവവചനം എല്ലായ്പ്പോഴും നമ്മോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടത്. നമുക്കറിയാം 2 തിമോഥെയോസ് 3:16 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. തിരുവഴുത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യത, തിരുവചനത്തിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. അത് ഉൾക്കൊള്ളുവാൻ, അത് അംഗീകരിക്കുവാൻ, അതനുസരിച്ച് ജീവിത വഴികൾ നിയന്ത്രിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് വരുന്ന ദിവസമുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് കൃത്യമായിട്ട് ദൈവവചനം അനുഷ്ഠിക്കുവാൻ, ആചരിക്കുവാൻ, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. 119 സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അന്വർത്ഥമാകണം. ജീവിതത്തിൽ രൂപാന്തര അനുഭവം ഉണ്ടാകണം. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവരുമായ ഉയരത്തുള്ളത് അന്വേഷിപ്പി, ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പി. നമുക്ക് ക്രിസ്തുയേശുവിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പദവികളെക്കുറിച്ച് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. നമ്മൾ ആരാണ് എന്നുള്ള ചിന്ത നമുക്കൊന്ന് പങ്കിടുവാനായിട്ട് പ്രാരംഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കുള്ള ആത്മീയമായ പദവികൾ, അല്ലെങ്കിൽ നമുക്ക് കർത്താവിൽ ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നാം അവിടെ കാണുവാനായിട്ട് കഴിയും 3-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണ്. നാം ക്രിസ്തുവിൽ മരിച്ചവരാണ്. നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ഈ നിലയിൽ അനുഭവമായ, അല്ലെങ്കിൽ അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായതുകൊണ്ട് ഇതിന് പ്രധാന കാരണം നമ്മൾ ക്രിസ്തുവിൽ മരിച്ചവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. നാം മരണത്തിന് അധീനപ്പെട്ട ജീവിതം നയിച്ചവരായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ നമ്മുടെ സകല ജീവിത നിലവാരങ്ങൾ, അല്ലെങ്കിൽ സകല ജീവിത നിലവാരങ്ങൾക്കും മാറ്റം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നാം നിർജീവരായി തീരുക, ആ പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുക. അതാണ് മരണം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളോട് നാം വിട പറഞ്ഞ് കർത്താവിനോടുകൂടി ആയിരിക്കുന്ന അനുഭവമാണ് ദൈവമക്കളെ നമുക്കുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടവരാണ്. 1-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
നമ്മൾ കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവരാണ്. അല്ലെങ്കിൽ നമുക്കുള്ള ആത്മീയ പദവികൾ നമുക്കൊന്ന് ബോധവാന്മാരാകുവാനായിട്ട് ഇത് മുഖാന്തരമായി തരണം. നാം ഇന്ന് ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണ്. മാത്രമല്ല നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണ്, ആത്മീയ ജീവൻ പ്രാപിച്ചവരാണ്. അപ്പം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഇന്ന് ജീവിക്കുന്നവരാണ്. അടുത്ത ഭാഗത്ത് നമുക്കത് കാണുവാനായിട്ട് കഴിയും. 3-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവരാണ്. നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റു. മൂന്നാമത് നാം വായിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവരാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാനുള്ള ഒരു പദവി നമുക്ക് ലഭിച്ചവരാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്, നമുക്ക് ലഭിച്ച ആത്മീയ പദവികൾ എത്ര ഉന്നതമാണ്. നമ്മൾ വെറും നിസ്സാരന്മാരല്ല, നമ്മൾ ലോകമനുഷ്യരെ പോലെ ജീവിക്കേണ്ടുന്നവരല്ല. നമ്മൾ ആത്മീയമായി ഉന്നതമായ നിലവാരം പുലർത്തുന്നവരാണ്. മാത്രമല്ല നാം അടുത്തതായിട്ട് നാം വായിക്കുന്നത് നാം ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നവരാണ്. അവിടെ നാം വായിക്കുന്നത് അങ്ങനെയാണ്, നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ സുരക്ഷിതത്വത്തെ, നമ്മുടെ സംതൃപ്തിയൊക്കെ കാണിക്കുന്ന ഒരു വാക്കാണ് നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞത്. 91-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവൻ എന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. അപ്പം ദൈവത്തിൻ്റെ സുരക്ഷ, തൻ്റെ നിഴലിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവവിധനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ സുരക്ഷിതത്വമുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുവാൻ ഇടയായിത്തീരുന്ന ഒരു ദൈവവിധനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിരിക്കുന്ന ആത്മീയ നന്മകൾ അത്രയും വലുതാണ്. ആ ഒരു ശത്രു തൊടാതെ വണ്ണം ദൈവിക സംരക്ഷണം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കുവാനായിട്ട് ആർക്കും കഴിയില്ല. അത്ര ഉന്നതമായ നിലവാരത്തിലാണ് ദൈവിക കരുതൽ നമുക്കുള്ളത്. അപ്പം നാം ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മരുഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്തിലാണ് നമ്മളായിരിക്കുന്നതെങ്കിലും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ നമ്മോടുകൂടെയുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കാറുള്ള ഒരു വാക്യമാണ് റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപി. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോഴും അവിടെ ആശ്രയിക്കുവാൻ നമുക്കൊരു അടുത്ത തുണയുണ്ട്. ആ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ ഇടയായിത്തീരുമ്പോൾ, അവനിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ അവന്റെ ശാശ്വതമായ ഭുജങ്ങളിൽ അവൻ നമ്മെ വഹിച്ച് ഓരോ ദിവസവും വഴി നടത്തും. ആ ദൈവിക കരുതലിനെ ഓർത്ത്, ആ ദൈവിക സംരക്ഷണത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ ആ സുരക്ഷിതത്വം, ദൈവമക്കളെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുരക്ഷിതത്വം ആർക്കും അവകാശമാക്കുവാൻ കഴിയും. ലോകമനുഷ്യർക്ക് ലഭിക്കാത്തതായ സുരക്ഷിതത്വമാണ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. നാം പ്രാരംഭത്തിൽ ഇന്നുകൂടി ഓർത്തു, നാം ദൈവമക്കളാണ്. തൻ്റെ സ്വന്തം മക്കൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ അത്രമാത്രം കരുതുന്നുണ്ട്. അതേ നിലയിൽ തന്നെ സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മളതിനെക്കുറിച്ച് നിരവധിക്കൽ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ പതറിപ്പോകാനിടയാകാതെ, നിരാശപ്പെട്ടു പോകാതെ താങ്കളുടെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ പദവികളെ കുറിച്ചാണല്ലോ നാം ചിന്തിച്ചത്. മാത്രമല്ല 5-ാമത്തെ കാര്യത്തിൽ നമുക്ക് 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമുക്ക് നാം ഓരോരുത്തരും ദൈവ തേജസ്സിൽ വെളിപ്പെടേണ്ടവരാണ്, കർത്താവിനോടുകൂടി ആയിരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പദവികളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് നാം മറന്നുപോയത്. അങ്ങനെയാണെങ്കിൽ ഈ 5 കാര്യങ്ങളിൽ ഞാൻ ചുരുക്കി ഇങ്ങനെ പറയട്ടെ. ആ പ്രാരംഭത്തിലെ 2 കാര്യങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ചതായ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ പദവികളാണ്. 3ഉം 4ഉം കാര്യങ്ങളോ നമ്മുടെ ഇപ്പം പ്രസന്റ് അല്ലെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പദവികളാണ്. ഇനി 5-ാമത്തേത് ഭാവിയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ഒരു പദവിയാണ്. നാം തേജസ്കരിക്കപ്പെടുന്ന അനുഭവം, കർത്താവിനോടുകൂടി ആയിരിക്കുമെന്നുള്ള ആ അനുഗ്രഹീതമായ അനുഭവം, അതാണ് ദൈവമക്കളെ നമ്മെ പ്രത്യാശയിൽ മുൻപോട്ട് നയിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. മറ്റൊരു കാര്യം ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഇതെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവികൾക്കെല്ലാം മുഖാന്തരമാരാണ് നമ്മുടെ കർത്താവിലാണ്, നമ്മൾ ക്രിസ്തുവിലാണ് നമ്മൾ ഈ അനുഭവം ഒക്കെ പങ്കിടുന്നത്. ഒന്നാമത് നമ്മൾ എല്ലാത്തിലും ഈ 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലാണ് മരിച്ചത്, ക്രിസ്തുവിലാണ് ഉയർത്തെഴുന്നേറ്റത്, ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്, അതുപോലെ തന്നെ ക്രിസ്തുവിലാണ് മറഞ്ഞിരിക്കുന്നത്. പിന്നെ ക്രിസ്തുവിനോടുകൂടി അല്ലെങ്കിൽ അവനോടുകൂടി ആയിരിക്കുവാനായിട്ട് നാം രൂപാന്തരപ്പെടും, തേജസ്കരിക്കപ്പെടും. അപ്പം നമുക്ക് ക്രിസ്തുവിനെ കൂടാതെ ദൈവമക്കൾക്ക് യാതൊരു പദവികളുമില്ല. നമ്മൾ വലിയ വട്ടപൂജ്യമാണ്. കർത്താവ് നമ്മോടുകൂടെ ഇല്ലെങ്കിൽ, ക്രിസ്തു നമ്മോടുകൂടെ ഇല്ലെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളോ നമ്മുടെ അധ്വാനങ്ങളോ എല്ലാം
വെറും പൂജ്യമായിരിക്കും, ഫലമില്ലാത്തൊരനുഭവമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവമക്കളെ, അതുകൊണ്ട് ഈ 4 ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, കർത്താവിൻ്റെ കരുതൽ എല്ലാ നിലയിലും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് വരുന്ന ദിവസമുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നാം തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കർത്താവ് വീണ്ടെടുത്ത ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തേജസ്കരണം ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് ഭാഗികമായിട്ട് നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണതയിലേക്ക് നാം കടന്നു വരുന്നത് കർത്താവിൻ്റെ വരവിനോടുകൂടിയാണ്. ആ തേജസ്കരണത്തോടു കൂടിയാണ് നമ്മുടെ ആത്മീയമായ പൂർണ്ണത നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ദൈവമക്കളായി നമുക്ക് ആ നിലയിൽ ധൈര്യത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഉന്നതമായ പദവികൾ നമുക്ക് തന്നിരിക്കുകയാണ്. ശ്രേഷ്ഠമായ പദവികൾ, അഭിമാനാർഹമായ പദവികൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് നാം ബോധവാന്മാരാണോ? നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആ നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എന്നാൽ ഇതോട് ചേർന്ന് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഇങ്ങനെ പദവികളൊക്കെ ദൈവം നമുക്ക് തന്ന് നമ്മെ ഈ മരുഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഈ നിലയിൽ, ഈ ഉന്നതമായ നിലവാരത്തിലാക്കിയിരിക്കുന്നത്. നമുക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? നമുക്ക് എത്രമാത്രം ആ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം, ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നവരാണ്? എന്നെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളത് പലപ്പോഴും അയ്യോ എനിക്കത് സാധിച്ചില്ല എന്ന് നമ്മൾ ദുഃഖിക്കാറുണ്ടോ? അനുതാപപ്പെടാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ചുവടും കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് മുൻപോട്ട് ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. ഈ ഭാഗങ്ങളിൽ ഞാൻ തുടർന്നുള്ള സമയം ആ നിലയിലുള്ള ചില ചിന്തകളിൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടാണ് തുടർന്നുള്ള നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം വായിക്കുന്നത് ഈ ആദ്യത്തെ 3-ന്റെ 1-2 വാക്യങ്ങളിൽ പ്രത്യേകിച്ച് 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് പറയുന്നത്, നിങ്ങൾ ഉയരത്തുള്ളതിനെ ചിന്തിപ്പിക്കും. അതിന് മുകളിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും. ഇപ്പം 2 കാര്യങ്ങൾക്കും ഏതാണ്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അന്വേഷണം, അതുപോലെ നമ്മുടെ ചിന്ത. മനുഷ്യന് ലോകത്തിൽ അനേക കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്, അല്ലേ? അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. ചിന്ത വളരെ വ്യാപിക്കുന്ന, അല്ലെങ്കിൽ വളരെ വ്യാപ്തമായ നിലയിൽ, വളരെ വിസ്തൃതമായ നിലയിൽ നമ്മുടെ ചിന്ത ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? നാം വായിക്കുന്നു, ഉയരത്തുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഉയരത്തുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഉയരത്തുള്ളത് അന്വേഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ ചിന്ത നമ്മളെ ഏതെല്ലാം നിലയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളത് നാം ഓരോ ദിവസവും പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 1 കൊരിന്ത്യർ 2:16 നാം ഇങ്ങനെ വായിക്കുന്നു, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. അപ്പം നാം ചിന്തിക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി ചിന്തിക്കേണ്ടവരാണ്. നാം പ്രാരംഭത്തിൽ ഓർത്ത് നമ്മുടെ പദവികൾ എന്താണ്? നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാണ്, ക്രിസ്തുവിൽ നാം ജീവിക്കുന്നവരാണ്, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് കടപ്പെട്ടവരാണ്. അപ്പം നാം ഉയരത്തുള്ളത് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി ചിന്തിക്കുക, കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുക. നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നത്. പല ചിന്തകൾ ഭൗമികമായ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നാം ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഉയരത്തുള്ളതിന് വേണ്ടി ചിന്തിക്കുവാനായിട്ട് നാം കടപ്പെട്ടവരാണ്. നമ്മുടെ കാലെപ്പോഴും, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ചിന്ത എപ്പോഴും എന്തായിരിക്കണം? ഉയരത്തുള്ളതിന് വേണ്ടി ആയിരിക്കണം. നമ്മുടെ ചിന്ത ഉയരത്തുള്ളതിന് വേണ്ടി ആയിരിക്കണം. കർത്താവിന് വേണ്ടി ചിന്തിക്കുവാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്? നമ്മുടെ സമയങ്ങളിൽ നമ്മൾ എത്രമാത്രം കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി എത്രമാത്രം സമയം ചെലവഴിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? നമുക്ക് സമയം മാത്രമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതിക നന്മകളിൽ നമുക്ക് എത്രമാത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്? നാം ചിന്തിക്കുക, ദൈവമക്കളെ, നാം കർത്താവിന് വേണ്ടി എത്രമാത്രം ചിന്തിക്കുന്നവരാണ്? ഉയരത്തിൽ പൗലോസ് പ്രത്യേകമായിട്ട് പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളതിൽ ചിന്തിക്കണം. അതിനോട് ചേർന്നൊരു വാക്കുകൂടെ പറയുന്നുണ്ട്, എന്താ? നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അപ്പം ഭൂമിയിലുള്ളത് ചിന്തിക്കുവാനായിട്ട് സാധ്യതയല്ല, അതാണ് നമ്മൾ കൂടുതൽ സമയം ചിന്തിക്കുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ഭൂമിയിലുള്ളത് ചിന്തിക്കാൻ സാധ്യതയുണ്ട്, പല ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി പ്രാധാന്യം നൽകി ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ഉയരത്തിലുള്ളതിനായിരിക്കണം. കർത്താവിന് വേണ്ടി ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തരേണ്ട ദൈവമക്കളെ. കാരണം നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. ഫിലിപ്പിലെ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ
സ്വർഗത്തിലാകുന്നു. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു ഇതും വരുമെന്നുള്ള പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് ദൈവമക്കളെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മെ അനുദിനം നടത്തുവാനായിട്ട് മുഖാന്തരമായി തരും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഈ ലോകത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ലോകത്ത് ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യതയോടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ സ്വർഗീയ പൗരനാണ്. പൗലോസ് പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. ഈ പൗരത്വം ലഭിച്ചവർക്ക് പല പദവികളുണ്ട്, അല്ലെങ്കിൽ അവകാശങ്ങളുണ്ട്. നാം സ്വർഗീയ പൗരന്മാരെന്നുള്ള നിലയിൽ ആ അവകാശങ്ങൾ പ്രായോഗികമാക്കുന്നവരാണോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരാണോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത് സ്വർഗത്തിലേതാണ്, നമുക്ക് അന്വേഷിക്കുവാനുള്ളത് സ്വർഗത്തിലേതാണ്. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇങ്ങനെ നാം വായിക്കുന്നു, എബ്രായർ 12-ന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ കർത്താവ് നമുക്ക് അനുകരിക്കുവാൻ പറ്റിയ, നമുക്ക് ലക്ഷ്യമാക്കുവാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നിരാശപ്പെടുവാൻ ഇടയായി തീരാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ കർത്താവ്. അവനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നാൽ, ആ നായകനെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ ഇടയായി തീർന്നാൽ ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല, ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. ഈ നാഥനെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന്റെ നായകനെ പിൻപറ്റിയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടായി എന്ന് പറയുവാൻ ഇടയായിരുന്ന ഒരു വ്യക്തിയും ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും അത് വളരെ വ്യക്തമായ നിലയിൽ പറയുവാനായിട്ട് കഴിയും. ഞാൻ കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട്, കർത്താവിനോട് ചേർന്ന് നടന്നതുകൊണ്ട്, എന്നാൽ ഒരു കുഴപ്പവും ഒരു ദോഷവും എനിക്കുണ്ടായില്ല. നമുക്കറിയാം, യോബിന്റെ ചരിത്രമൊക്കെ നമ്മൾ ചിന്തിച്ചു. യോബിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടായി. എന്നാൽ അതിൻ്റെയൊക്കെ ആകത്തുക യോബിന് പറയുവാനായിട്ട് കഴിയുന്ന ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിന്റെ കരുതല് യോബിന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് യോബ് ബോധവാനായി. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഈ കർത്താവിന് വേണ്ടി, ഈ നല്ല നാഥന് വേണ്ടി ജീവിക്കുവാനായിട്ട് വരുന്ന ദിവസം ഇടയാകട്ടെ. ഈ വിശ്വാസത്തിന്റെ നായകനെ പിൻപറ്റുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വിശ്വാസത്തിന്റെ നായകനും ആ പൂർത്തി വരുത്തുന്നവനുമായ യേശു, അവൻ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിവുള്ള നായകനാണ് നമ്മുടെ കർത്താവ്. നമുക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാം, അവന്റെ സന്നിധാനത്തിൽ നമുക്ക് ശരണപ്പെടാം. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അപ്പം നമുക്ക് ഉയരത്തുള്ളതിനെ അന്വേഷിച്ചുകൊണ്ട്, ആ ഉയരത്തുള്ളതിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ ഇടയായി തീർന്നാൽ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും അത്. കാരണം നാം സ്വർഗത്തിന്റെ ഉടമകളാണ്, സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ നായകൻ, നമ്മുടെ കർത്താവ് നമ്മോട് കൂടി ഉണ്ട്. അവനിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഇടയായി തരുന്നത്. മറ്റൊരു കാര്യം, അതിന്റെ മൂന്നാമതായിട്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തം. ഒന്ന് നമ്മൾ പറഞ്ഞു, നാം ഉയരത്തുള്ളത് ചിന്തിക്കണം. രണ്ട്, നമ്മൾ പറഞ്ഞു ഉയരത്തുള്ളത് അന്വേഷിക്കണം. മൂന്നാമത്, ഇവിടെ നിന്ന് 5-ാം വാക്യത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, അവിടെ നമുക്ക് നമ്മുടെ പദവി എന്താണെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. നമ്മൾ 5 കാര്യങ്ങളെ കുറിച്ച് ആദ്യം പറഞ്ഞു. നാം ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ 5-ാം വാക്യത്തിൽ അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. നിങ്ങൾ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. നമുക്ക് ചില അവയവങ്ങളുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. എന്താ? അത് കയ്യും കാലുമല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താ കാര്യങ്ങൾ എന്താ? അതിന് മുകളിൽ പറഞ്ഞു, ഇങ്ങനെയുള്ള നിങ്ങളുടെ അവയവങ്ങൾ, ഭൂമിയുള്ള നിങ്ങളുടെ അവയവങ്ങൾ, ഇങ്ങനെയുള്ള അവയവങ്ങൾ എന്തൊക്കെയാണ്? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ മരിപ്പിച്ചിട്ട് വേണം. ഇതൊക്കെ നമ്മുടെ അവയവങ്ങളാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രവർത്തനത്തിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണിത്. അതുകൊണ്ടാണ് അതിനെ അവയവങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ, ജഡത്തിൻ്റെതായ അവയവങ്ങളെ പൂർണ്ണമായി മരിപ്പിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. ഈ മരിപ്പിക്കുന്ന അവയവങ്ങൾ ചിലപ്പം ജീവൻ പ്രാപിക്കും, അല്ലേ? ഈ അവയവങ്ങൾ ചിലപ്പോഴൊക്കെ ജീവൻ പ്രാപിക്കും. അപ്പോഴാണ് ദൈവമക്കളുടെ ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ, വൈഷമ്യങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ മരിപ്പിച്ച അവയവങ്ങൾക്ക് ജീവൻ വയ്ക്കുവാനായിട്ട് നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിൻ്റെ കാഴ്ചകളെ പിൻപറ്റുന്ന ദൈവമക്കൾ എന്നുള്ള പദവിയിൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമുക്ക് ഈ അവയവങ്ങളെയൊക്കെ മരിപ്പിച്ചുകൊണ്ട്, ആരോടാണ് ഇത് പറയുന്നത്? മരിപ്പിൻ എന്ന് പറയുന്നത് കുലസുള്ള
വിശ്വാസികളോട് തന്നെയാണ് പറയുന്നത് അല്ലേ. അപ്പം വിശ്വാസികളുടെ ജീവിതത്തിൽ ഈ മരിപ്പിച്ച അവയവങ്ങൾക്കിടയ്ക്കൊക്കെ ജീവൻ വെക്കുന്നുണ്ട് എന്നുള്ളത് പൗലോസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്താ, നിങ്ങൾ ഈ ജഗത്തിലുള്ള ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകാം. പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിൻ്റെതായ പ്രവർത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതിനെ പൂർണ്ണമായിട്ട് മരിപ്പിക്കുവാനായിട്ട് നമുക്ക് ഇടയാക്കണം. മരിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മൾ അതിനോട് ഇടപെടുവാൻ, ബന്ധപ്പെടുവാൻ ഒരിക്കലും ഇടയായിത്തീരുക. നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ നമുക്ക് ആ ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ ഞാനതെല്ലാം വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നു, സാധാരണ മനുഷ്യരിലൊക്കെ. കാരണം ഈ ശരീരം ജഡ ശരീരമാണ്, പാപത്തിന്റെ സ്വാധീനതയുള്ള ശരീരമാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ ഉണ്ടാകാം. അതിന്റെ മധ്യത്തിൽ നാം വളരെ ഉത്തരവാദിത്വമുള്ളവരായിട്ട് ജീവിക്കണം. പരിശുദ്ധാത്മാവിന്, ആത്മാവിന് വിധേയപ്പെട്ട് ക്രിസ്തു ജീവിതം നയിപ്പാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ വായിച്ച എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കുവാനായിട്ട് സമയമില്ല. ഇവിടെ 5 കാര്യങ്ങളെക്കുറിച്ച്, 5 അവയവങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് മരിപ്പിച്ചുകൊണ്ട് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. ഈ അവയവങ്ങൾ മരിപ്പിച്ചാൽ പിന്നെ നമ്മളെ ആത്മീയന്മാരായിട്ട് തീരും. ആത്മീയന്മാരായിട്ട് തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ജഡത്തിന്റെ അവയവങ്ങളെ, ഈ ഭൂമിയുള്ള അവയവങ്ങളെ നമ്മൾ മരിപ്പിക്കണം. ആത്മീയമായ അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ഇടയായി തീരരുത്. അടുത്തൊരു കാര്യം, അതിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയും. പഴയ മനുഷ്യനെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയും. അപ്പം ഈ പഴയ മനുഷ്യന്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് അതിന് മുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഉരിഞ്ഞു കളയണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇങ്ങനെ പറയട്ടെ, ഉരിഞ്ഞു കളയെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നത്. പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾ എന്താണ് അവിടെ നാം വായിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയണം. നമുക്ക് ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഇത് സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനുഭവങ്ങളാണ്. ക്രോധം, കോപം ഒക്കെ വരാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ദൈവമക്കളുടെ ജീവിതത്തിൽ കോപം വരാറുണ്ടോ? ക്രോധം വരാറുണ്ടോ? ഈർഷ്യയുണ്ടോ? വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇതൊക്കെ ഒരു ദൈവവൈതലിന്, ഒരു വിശ്വാസിക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന അനുഭവങ്ങളല്ല. ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഉരിഞ്ഞു കളഞ്ഞ്, ഇവിടെ 6 കാര്യങ്ങൾ നമുക്കവിടെ പറയാൻ, അവിടെ കാണുവാനായിട്ട് കഴിയും. അന്യനും ഭോഷ്ക് പറയരുത്, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെയൊക്കെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത് സ്വാധീനിക്കുവാൻ ഇടയാകാത്ത നിലയിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് ഇടയാക്കണം. നമ്മുടെ കഴിവുകൊണ്ടൊന്നും ഇത് സാധിച്ചെടുക്കാൻ കഴിയില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവകരങ്ങളിൽ ശരണപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആത്മീയ നിലവാരം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഏക ഘടകം. ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ദൈവവചനം ഏതെല്ലാം നിലയിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. ആ ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിന്, അഭ്യാസത്തിന്, ഇതെല്ലാം കാരണമായി തീരുന്ന ദൈവവചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ പരിശോധിക്കണം. ഏതാണ് തെറ്റ്, ഏതാണ് ശരി, എങ്ങനെ ജീവിക്കണം എന്നുള്ളതൊക്കെ നമ്മെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം നാം ഓരോ ദിവസവും, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പോരാ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സ്വാധീനിക്കുന്ന ഘടകമായിരിക്കണം. നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോഴും നമ്മൾ എവിടെയായിരുന്നാലും ദിനംപ്രതി ഈ ദൈവത്തിന്റെ വചനം നമുക്ക് ആഹാരമായി തരണം. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ വാഞ്ചിപ്പീൻ എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പം വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായി വളർച്ച നേടുവാനായിട്ട് കഴിയുള്ളൂ. ആത്മീയമായി വളരണമെങ്കിൽ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ നാം തയ്യാറാകണം. നമുക്ക് എത്രമാത്രം ആ നിലയിൽ ദൈവവചനം വായിക്കുവാൻ, പഠിക്കുവാൻ, ധ്യാനിക്കുവാനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്? എത്രമാത്രം നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട്? നമുക്ക് എത്രമാത്രം ദൈവവചനത്തോടുള്ള ആഭിമുഖ്യമുണ്ട്? നമുക്ക് സന്തോഷത്തോടെ ദൈവവചനം വായിക്കണം അല്ലെങ്കിൽ ദൈവവചനം പഠിക്കണം എന്നുള്ള ചിന്ത നമ്മെ സ്വാധീനിക്കാറുണ്ടോ? മറ്റുള്ള നമ്മുടെ ഭൗമികമായ ആവശ്യങ്ങളിൽ നമ്മൾ വളരെ താല്പര്യപൂർവ്വം ഏർപ്പെടുന്നവരാണ്. എന്നാൽ ആ നിലയിൽ ദൈവവചനത്തോട് നമുക്ക് താല്പര്യം കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ ഓർപ്പിക്കുന്നു, ഭൂമിയിലുള്ളതല്ല
ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. ദൈവമക്കളായിരിക്കും നമുക്ക് ആ നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിക്ഷിപ്തമാണ്. നമുക്കത് വിനിയോഗിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അങ്ങനെ നാം ദൈവവചനത്തിൻ്റെ ഭാഗം നാം ഇവിടെ പഠിക്കുമ്പോൾ 6 കാര്യങ്ങൾ ഉരിഞ്ഞു കളയേണ്ടതായിട്ട് നാം വായിക്കുന്നു. എന്തൊക്കെയാണ്? നമ്മളത് ചിന്തിച്ചു. എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം, വായിക്കാം. എഫേസ്യർ 4:22. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് സത്യമുഖങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു. അവിടെ നാം വായിക്കുന്നത് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. അപ്പോൾ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ആ പഴയ മനുഷ്യന്റെ സ്വഭാവം എന്താ? പണ്ട് കാലത്ത് നമ്മൾ ആ മനുഷ്യന് വിധേയപ്പെട്ടാണ് ജീവിച്ചത്. നമ്മളെ സ്വാധീനിച്ചിരുന്നത് ആ പഴയ മനുഷ്യനാണ്. ഇന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു, ആ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, ചതിക്കുന്ന അല്ലെങ്കിൽ വഷളാക്കുന്ന അനുഭവമായിരുന്നു പഴയ മനുഷ്യന്റെ. എന്നാൽ നമ്മൾ അതൊക്കെ വിട്ടുകളഞ്ഞവരാണ്. അതുകൊണ്ട് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളണം. അടുത്തത് നമ്മൾ അതാണ് വായിക്കുന്നത്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരും. നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചു. ഇപ്പൊ ആരാ നമ്മൾ ആരെയാ ധരിച്ചിരിക്കുന്നത്? പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ട് ഉരിഞ്ഞു കളഞ്ഞവരാണ് ദൈവമക്കളെ. നമുക്കിന്ന് പുതിയ മനുഷ്യനായിട്ട് നമ്മൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ പ്രാരംഭത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് തീർന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഉടനീളം ഈ പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മളെ കാണുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് നമ്മളെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ അവനൊരു പുതിയ സൃഷ്ടിയാണെന്ന് എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയണം. എങ്കിൽ മാത്രമേ ദൈവമക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. നമുക്ക് ആ നിലയിൽ ആ ഉന്നതമായ അനുഭവത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ പുതിയ മനുഷ്യന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? 12-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. വിരതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചു. 5 കാര്യം അവിടെ പറയുന്നുണ്ട്. അതിന് താഴെ വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താ? മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. ധരിക്കേണ്ട 6 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ദൈവമക്കളായിരിക്കും നമുക്ക് ആ നിലയിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് ഇടയായി തരണം. നമുക്ക് ഉരിഞ്ഞു കളയേണ്ടതിനെ ഉരിഞ്ഞു കളയാം, ധരിക്കേണ്ടതിനെ ധരിക്കാം. ആ പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം നമ്മളെ സമ്പൂർണതയിലേക്ക് നയിക്കുന്ന ഈ ഒരു ഘടകം, അതാണ് സ്നേഹം. മറന്നു പോകരുത്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്ന സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല, ഒന്നുമില്ല. നമ്മളൊന്നുമില്ലാത്തവരാണ്. സ്നേഹമാണ് നമ്മെ സമ്പൂർണതയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. ഈ സമ്പൂർണതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരണമെങ്കിൽ സ്നേഹമുള്ളവരായിട്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിട്ട്, സ്നേഹം വെളിപ്പെടുത്തുന്നവരായിട്ട് നാം തീരണം. വരുന്ന ദിവസം ദൈവം നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. 15-ഉം 16-ഉം വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. ക്രിസ്തുവിന്റെ സമാധാനം വാഴുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭരണത്തോടുള്ള ബന്ധമില്ല. രാജഭരണം അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ അങ്ങനെ ആ സ്വാധീന ശക്തി നമ്മുടെ ജീവിതത്തിൽ വാഴുവാനായിട്ട് ഇടയാത്തണം. ശക്തമായ നിലയിൽ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴും. ഈ സമാധാനം ദൈവിക സമാധാനം എങ്ങനെയുള്ള സമാധാനം? നാം ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. അപ്പം നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കുന്ന സമാധാനമല്ല, അത് ദൈവിക സമാധാനമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ദൈവമക്കളായി നാം ഇന്ന് ക്രിസ്ത്യ ജീവിതം നയിക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ ഓർക്കാൻ കഴിയുന്നത്, ആ ദൈവത്തിന് സമാധാനം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നിലനിന്ന് പോകുന്നത്. ക്ഷീണിച്ചു പോകാതെ പതറിപ്പോകാതെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ട പദവിയിൽ നാം ആയിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. അവസാനമായിട്ട് നമുക്കിങ്ങനെ പറയാം, ഇങ്ങനെ കൂടെ ചിന്തിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇതിനെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, ആരാധനയുള്ള ഒരു ജീവിതം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജീവിതം, അത് വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നന്ദി പറയാം. എന്താണ് അവിടെ വായിക്കുന്നത്?
നിങ്ങൾ അതിൻ്റെ 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുന്നു, നന്ദിയുള്ളവരായും ഇരിപ്പിൻ. ദൈവം ചെയ്ത നന്മകൾക്കൊത്തവണ്ണം നന്ദിയുള്ളവരായിട്ട് ഇരിക്കണം. സങ്കീർത്തനങ്ങളാലും, പിന്നീടാണ് പറയുന്നത്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. നാം സ്നേഹമുള്ളവരായിട്ട്, നാം സന്തോഷമുള്ളവരായിട്ട് നാം ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ തന്നെ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ഇടയായിട്ട് സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരുവാനായിട്ട് ഇടയായത് ആ സന്തോഷമുള്ള അനുഭവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഈ കാര്യങ്ങൾ, സങ്കീർത്തനങ്ങളും സ്തുതികളും. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ ചിന്ത നമ്മെ ഓരോരുത്തരെയും സ്വാധീനിക്കട്ടെ. ദൈവ കൃപയിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അവൻ്റെ നാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാട്ടെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്.